ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫേസ് ക്രീം ഉണ്ടാക്കി നമുക്ക് പരിചയപ്പെടുത്തി തരാനാണ്. നമുക്ക് സ്കാർസ്, പിമ്പിൾസ് ഇതൊന്നും വരാതിരിക്കാനും നമ്മളെ സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചറാക്കി വയ്ക്കാനും ഒക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഷിയ ബട്ടർ. ഇതാണ് ഷിയ ബട്ടർ. ഇത് ഓൺലൈനെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മളെ ആൻറ്റി ഏജിങ് ആക്കി വയ്ക്കാനും സൺ പ്രൊട്ടക്ഷനായിട്ടും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മളെ കാൽപാദങ്ങളിലൊക്കെ വിണ്ടുകീറലുണ്ടാകുമ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ വിണ്ടുകീറലെല്ലാം മാറിക്കിട്ടും. അതിനെല്ലാം നമ്മൾ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് നല്ലൊരു ക്രീം ഉണ്ടാക്കിയിട്ട് വരാം. എന്തൊക്കെ ചേർത്താണ് ഈ ക്രീം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഷിയ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ആ ചൂടുവെള്ളത്തിലോട്ട് ഒരു ബൗൾ ഇറക്കി വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 2 സ്പൂൺ ഷിയ ബട്ടർ എടുക്കുകയാണ്. ഇതിപ്പോൾ 2 സ്പൂണാണ്. ഇതിപ്പോൾ മെൽറ്റ് ആവണം. ജസ്റ്റ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഷിയ ബട്ടർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അലോവേര ജെല്ല് അതൊരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ അലോവേര ജെല്ലും ഷിയ ബട്ടറുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എസെൻഷ്യൽ ഓയിൽ, അത് ഇപ്പോൾ ഇവിടെ ലെമണാണുള്ളത്, ലെമണും ലാവൻഡറും. ഇതിപ്പോൾ ലെമണിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. അതൊരു 5 ഡ്രോപ്പ് ആഡ് ചെയ്യാം. അടുത്ത് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ, അതും ഒരു 5 ഡ്രോപ്പ് ആഡ് ചെയ്യാം. ഒലിവ് ഓയിൽ ഒരു 5 ഡ്രോപ്സ് കൂടെ. അതിനുശേഷം 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടെ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഗ്ലിസറിനും ഒരു 5 ഡ്രോപ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം മിക്സ് ആയിട്ടിരിക്കുകയാണ്. ഇതിനെ നമുക്കിനി നല്ലപോലെ ബീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ യൂസ് ചെയ്താണ് ബീറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചും അത് ബീറ്റ് ചെയ്യാം. നല്ലപോലെ മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഞാനൊരു ചെറിയ കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതൊരു ക്രീമിൻ്റെ പഴയ കണ്ടെയ്നറാണ്. ഇതിലോട്ടാണ് ഞാനിതിനെ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല മോയ്സ്ചറായിട്ടുള്ള നല്ല സൂപ്പർ ക്രീമാണ്. പിന്നെ ഇതിൽ ഞാനിവിടെ അലോവേര ജെല്ല് 4 സ്പൂൺ എടുത്ത് അതിന് പകരത്തേക്ക് നമുക്ക് 2 സ്പൂൺ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒരു 5-10 ഡ്രോപ്സ് ആഡ് ചെയ്യാം. ബദാം ഓയിലും വേണമെങ്കിൽ 5-10 ഡ്രോപ്സ് ആഡ് ചെയ്യാം. എന്നാൽ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുമ്പോൾ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് കയ്യിലൊന്ന് കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്ന്. കണ്ട് നല്ല മോയ്സ്ചറായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം നമുക്ക് നല്ല സ്കിൻ ഡ്രൈ ആയിരിക്കുമ്പോഴും അല്ലാതെ എപ്പോഴും ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഏത് ക്രീം യൂസ് ചെയ്യുമ്പോഴും അതിപ്പോൾ മേടിക്കുന്നതായാലും ശരി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായാലും ശരി ഏത് ക്രീം യൂസ് ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പേച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ അത് യൂസ് ചെയ്യാവൂ. കാരണം എല്ലാ സ്കിന്നുകാർക്കും അത് ഒരുപോലെ അല്ല. പലർക്കും പലതരത്തിലാണ്. ഒരാളിടുന്നത് അടുത്ത ആളിന് സെറ്റാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെവിയുടെ പുറകിലെങ്ങാനും ഒരു 5-6 മണിക്കൂർ ഇട്ട് നോക്കി അലർജിയോ ചൊറിച്ചിലോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എല്ലാ ക്രീമും നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അഫിജീസ് ചിൽസ് എന്ന ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ കാണുന്നതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബ് വരുന്നില്ല. കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.